എടാ ഷിൻചാനെ, നീ അറിഞ്ഞോടാ നമ്മളുടെ ഇന്ത്യയിലേക്ക് സിറ്റിയിലേക്ക് ഒരു ഗോഡ്സിലേക്ക് വന്നിട്ടുണ്ടോടാ? ശരിയാണോ ഫ്രാങ്ക്ലിൻ ഭായ്? ശരിക്കും വന്നിട്ടുണ്ടോ? അതേടാ ഷിൻചാനെ, ശരിക്കും വന്നിട്ടുണ്ടോടാ? ഫ്രാങ്ക്ലിൻ ഭായ് ഇതെങ്ങനെ അറിഞ്ഞത്? ആ ഷിൻചാനെ, ഞാൻ ന്യൂസിൽ കണ്ടടാ. ഞാൻ പക്ഷെ ന്യൂസിൽ കാണാത്തത്. നീ ന്യൂസ് ഒന്നും കാണില്ലല്ലോ. ഇങ്ങോട്ട് ഫ്രാങ്ക്ലിൻ ഭായ് സൂക്ഷിച്ച്. ഞാനൊന്നുമില്ല ഫ്രാങ്ക്ലിൻ ഭായിയുടെ കൂടെ. ഞാൻ വല്ലം പോയ എന്നെ. അതെന്താ ഷിൻചാനെ, നിനക്ക് പേടിയാണോ? അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ല. ആ ഗോഡ്സില്ല വല്ലം നമ്മളെല്ലാം നമ്മളാ അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് വയ്യ ഫ്രാങ്ക്ലിൻ ഭായ്, ഓർക്കാൻ പോലും. ഓക്കേടാ ഷിൻചാനെ, നീ ഓർക്കണ്ട. ഇന്ത്യൻ ബൈക്ക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിറ്റിയിലേക്ക് ഗോഡ്സില്ല വന്നിരിക്കുകയാണ്. ഇതിന്റെ മുഖം എന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇതിനെ കാണാൻ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുണ്ട്. ഡിസംബർ ടൈംസ് ആയതുകൊണ്ട് ഇനി വളരെ മഞ്ഞാണ്. അതുകൊണ്ട് ഈ ഗോഡ്സില്ലേനെ ഇപ്പൊ ആർമിക്കൊക്കെ ലീവ് ആയത് കൊണ്ട് ഈ ഗോഡ്സിലേക്ക് കുറച്ചു നാൾ ഇങ്ങനെ നിൽക്കാൻ കഴിയും. ഈ ഗോഡ്സില്ല ഒരു അർത്ഥമില്ലാതെ നടക്കുകയാണ്. ഈ ഗോഡ്സിലേക്ക് നല്ല ഉയരമുണ്ട്. ഇതിന്റെ മുമ്പിൽ വണ്ടികളൊന്നും ഒന്നുമല്ല. നിങ്ങളത് ഈ ഗോഡ്സിലയുടെ കൺമുന്നിൽ വരാതിരുന്നാൽ മതി. എല്ലാവരും സൂക്ഷിക്കണം. എടാ ഷിൻചാനെ, നീ കേട്ടോടാ? ഇതാണ് ന്യൂസ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ കേട്ടു. ഇതിന്റെ ഉയരം കണ്ടോ? ഇതിനൊരു അർത്ഥമില്ലാതെയാണ് നടക്കുന്നത്. ഈ ന്യൂസിൽ പറഞ്ഞതുപോലെ ഇതിന്റെ മുൻപിലെന്ന് വെച്ചത് പെട്ടാ നമ്മൾ തീരുന്നാണ് തോന്നുന്നത്. എടാ ഷിൻചാൻ, ഇവിടെ നോക്കിയാൽ ചിലപ്പോ ഈ ഗോഡ്സിലേനെ കാണാതിരിക്കും. ദോ നിക്കുന്നടാ ഗോഡ്സില്ല. ഞാൻ നിനക്ക് വളരെ നമുക്കിവിടുന്ന് സേഫ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് മാറണം. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറുന്നതാണ് ഷിൻചാനെ നല്ലത്. അതേ ഫ്രാങ്ക്ലിൻ ഭായ്, അത് തന്നെയാണ് നല്ലത്. ഇങ്ങോട്ടിരുന്നാ നമ്മള് കാര്യം പോക്ക്. നമുക്കതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേറൊരിടത്തേക്ക് മാറാം. അതേ ഫ്രാങ്ക്ലിൻ ഭായ്, മാറാം. എങ്ങോട്ടേക്ക്? നല്ല റിസോർട്ട് വല്ലതും ഉണ്ടാകും, ഞാൻ നോക്കട്ടെ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഗായ്സ്, എന്റെ അഭിപ്രായ പ്രകാരം ഇവിടെയൊന്നും ഒരു റിസോർട്ട് പോലും ഇല്ല. നമുക്കിനി എന്ത് ഷിൻചാന്റെ അടുത്ത് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് ഇനി എന്തിനു ചെയ്യാൻ കഴിയും? എടി, ഇതാരാ വിളിക്കുന്നത്? നമ്മളെ ഈ ഇവനല്ലേ യാഷ്. എടാ ഫ്രാങ്ക്ലിനെ, നമ്മളിതിലേക്ക് ഗോഡ്സിൽ ഇറങ്ങിയത് നീ അറിഞ്ഞോ? എടാ യാഷെ, പിന്നെ അറിയാതെ പിന്നെ നീ വിളിച്ച കാര്യം പറ. എടാ, നീ ആണെങ്കിൽ ജുറാസിക് പാർക്കിന്റെ അകത്തോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. എടാ എന്താടാ, അല്ലെങ്കിൽ നീ ആണെങ്കിൽ ഇവിടത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് വാ, അവിടെ വെച്ച് നമുക്ക് കാണാം. ഓക്കേടാ യാഷെ. ഗായ്സ്, ഈ യാഷ് എന്തിനാണ് വിളിച്ചതെന്ന് അറിയില്ല. ഗായ്സ്, ഈ യാഷ് ആരെന്നറിയണമെങ്കിൽ അതെന്റെ ഫ്രണ്ടാണ്. നമുക്കിന്ന് യാഷിനെ ചെന്ന് മീറ്റ് ചെയ്യണം. എടാ ചിൻചാനെ, യാഷി വിളിച്ചിട്ടുണ്ടടാ. നമുക്ക് യാഷിനെ ചെന്ന് മീറ്റ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ യാഷി പറഞ്ഞതുപോലെ ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തി. ഇങ്ങോട്ട് ഗോഡ്സിലൊന്നും ഇല്ലാതിരുന്നാ മതി. ഷിൻചാനെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് വന്നത്. ഗായ്സ്, ഇതാണ് നമ്മളുടെ യാഷ്. നീ എന്തിനാടാ ഇവനെ ഇവിടെ ആർമി യൂണിഫോം ഒക്കെ ഇട്ട് വിളിപ്പിച്ചത്? എന്താടാ നീ? എന്താ ഗോഡ്സില്ലേനാ? ഞാൻ ഗോഡ്സിലിനെ നേരിടണോ? ഒന്ന് പോടെ. ഗൈസ്, ഈ ആഷ് പറയുന്നത് നമ്മള് ഈ ഗോഡ്സിലിനെ ഒറ്റയ്ക്ക് നേരിടണമെന്ന. ഈ ആഷ് പോലും കൂടെ വരില്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പൊ ഇത് ചെയ്തേ പറ്റൂ ഗൈസ്. നമ്മളുടെ ഇതല്ലേ, നമ്മളുടെ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആർമി ഓഫീസറാണ്. എൻ്റെ പേര് ആർമി ഓഫീസർ ഫ്രാങ്ക്ലിൻ എന്നാണ്.
ഗോഡ്സിലേനെ ഈ സിറ്റിയിൽ തന്നെ ഓട്ടിക്കണം എന്നല്ല, നശിപ്പിക്കണം. ഗായ്സ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുവരെ ഗായ്സ്, ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.